ദൈവത്തിന് മഹത്വം. രക്ഷകനായ യേശു ജീവിച്ചിരുന്ന കാലത്ത് അരുളി ചെയ്ത തിരുവചന സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ പുസ്തകങ്ങളിലാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ചുങ്കക്കാരനായ സക്കായിയെക്കുറിച്ച് ആ സക്കായിയെ യേശു എങ്ങനെ രക്ഷിച്ചു എന്ന ലഘുവിവരണം കോളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നോബിൾ കാസറ്റ്സ് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യേശു രക്ഷകന്റെ മരണശേഷം 60 വർഷങ്ങൾ കഴിഞ്ഞാണ് യവനനും വൈദ്യനുമായ ലൂക്കോസ് ഈ സുവിശേഷം രചിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ഒരു വിവരണം നൽകുക എന്ന ലക്ഷ്യബോധത്തോടുകൂടി വിശുദ്ധ ലൂക്കോസ് ഈ സുവിശേഷം രചിച്ചു. ആ സംരംഭത്തിൽ എഴുത്തുകാരൻ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. 19-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന അതിശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഒരിക്കൽ രക്ഷകനായ യേശു യെരിഹോവിലെത്തി അവിടെ നിന്ന് കടന്നുപോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. പൊക്കം കുറഞ്ഞ മനുഷ്യൻ ആയിരുന്നു സക്കായി. അതുകൊണ്ട് സക്കായിക്ക് അതിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് സക്കായിക്കൊരു ബുദ്ധി തോന്നി. മുന്നോട്ട് ഓടിച്ചെന്ന് ഒരു കാട്ടത്തിയിൽ കയറി യേശുവിനെ കാണാനുള്ള വലിയ ആഗ്രഹത്തിൽ കാത്തിരുന്നു. ധാരാളം ഇലകളുണ്ടായിരുന്ന കാട്ടത്തിയിൽ ഇരുന്ന സക്കായിയെ മറ്റാരും തന്നെ കണ്ടില്ല. അതുവഴിയായി കടന്നുവന്ന യേശു സക്കായിരുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വിളി കേട്ട് അത്ഭുതസപ്തനായ സക്കായി ബന്ധപ്പെട്ടിറങ്ങി യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിനോടൊത്ത് സക്കായിയുടെ വീട്ടിലെത്തി. യേശു സക്കായിയുടെ വീട്ടിൽ കാൽ ചവിട്ടിയ ആ സമയം സക്കായിയുടെ ജീവിതത്തിൽ അടിമുടി വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. സക്കായി ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങായി മടക്കിക്കൊടുക്കുന്നു. ഇത് കേട്ട മാത്രയിൽ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഇത് കേൾക്കുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിച്ചു പോകും, സക്കായി ആര്? അബ്രഹാം ആര്? അബ്രഹാമിന്റെ മകനാര്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സക്കായിയുടെ വീട്ടിൽ എങ്ങനെ രക്ഷ വന്നു? സക്കായി ഒരു ധനികനായിരുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ചതിവായി പലതും വാങ്ങിയിട്ടുണ്ട് എന്ന് അവന് അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ യേശുവിനെക്കുറിച്ച് അറിയുന്നതിന് സക്കായി ആഗ്രഹിച്ചു. ഒരിക്കൽ ധനവാനായ ഒരു യുവാവ് ശ്രീ യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി യേശു പറഞ്ഞു, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാം. ഏത് കൽപ്പനകളെന്ന് ചോദിച്ചതിന്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെയെന്ന് യേശു പറഞ്ഞു. അതിന് യൗവനക്കാരൻ പറഞ്ഞു, ഇവ ഒക്കെ ഞാൻ പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. സൽഗുണസമ്പൂർണനാകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും.
പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. യേശുവിനെ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ സക്കായി അബ്രഹാമിന്റെ മകനായി. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം തന്നെ അബ്രഹാമിന്റെ മക്കളായിത്തീരുന്നു. സക്കായിയും യേശുവിനെ കൂടുതലായി അറിയാൻ ആഗ്രഹിച്ച ആ നിമിഷം തന്നെ സക്കായിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. കുറവുകൾ ഓരോന്നോരോന്നായി ഹൃദയത്തിൽ തെളിഞ്ഞു വന്നു. അത് യേശുവിനോട് ഏറ്റുപറഞ്ഞു. തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റുപറയുന്ന ഏത് വ്യക്തിക്കും ജീവിതത്തിൽ പുതുക്കമാർന്ന അനുഭവമുണ്ടാകും. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് യേശു പറഞ്ഞു. തന്റെ ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി പരിഹരിക്കാമെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ സക്കായിയുടെ വീട്ടിന് രക്ഷയുണ്ടായി. അനേകായിരം വീടുകളും വീട്ടുകാരും യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാതെ തെറ്റുകളുടെ ഭാരവും പേറി ജീവിക്കുന്നു. ഒരു വ്യക്തി യേശുവിൽ കൂടി രക്ഷ ലഭിക്കുമ്പോൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന കുടുംബം പൂർണ്ണമായും ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പനെ പൂർണ്ണമായും അനുസരിച്ച് മകനാണ് അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്. ദൈവകൽപ്പന അനുസരിക്കാൻ നിർബന്ധിതനായപ്പോൾ അബ്രഹാമിനെ അനുസരിച്ച് സ്വയം ദൈവത്തിനു വേണ്ടി യാഗമായി തീർന്നവനാണ് ഇസഹാക്ക്. അബ്രഹാമിലൂടെയും ഇസാക്കിലൂടെയും പ്രസാദിച്ച ദൈവം അബ്രഹാമിനെയും തലമുറകളെയും ഐശ്വര്യമായി അനുഗ്രഹിച്ചു. എന്നെ ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ, വിശ്രമമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശുവിനെക്കുറിച്ചും യേശുവിൽ കൂടി മാനവരാശിക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ സക്കായിയെപ്പോലെ നമുക്ക് ചിന്തിക്കാം. ആ ചിന്ത നമ്മുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തും. അങ്ങനെ നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും രക്ഷപ്പെടും. സക്കായിയോടും കുടുംബത്തോടും അവിടെ കൂടിയിരുന്ന ജനങ്ങളോടും യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 15 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവിതത്തിൽ നന്മ ചെയ്തവർ നിത്യജീവൻ പ്രാപിക്കും, തിന്മ ചെയ്തവർ നിത്യശാപഗ്രസ്തരായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ, നന്മ ചെയ്തവർ സ്വർഗരാജ്യത്തിലും തിന്മ ചെയ്തവർ നിത്യമായ നരകത്തിലും ആയിത്തീരുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ നിത്യകാലം ജീവിക്കും. മനുഷ്യവർഗം പാപത്തിനടിമയായി നരകത്തിൽ പോകാതിരിക്കാനാണ് യേശു രക്ഷകൻ ഈ ഭൂമിയിൽ വന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരാണ് കാണാതെ പോയവർ. അവർ എവിടെയുണ്ട്? ഏത് ദേശത്തിലുണ്ട്? ഏത് കുലത്തിലുണ്ട്? ഏത് സമൂഹത്തിലുണ്ട്? ഏത് ഭാഷക്കാരിലുണ്ട്? ഏത് കുടുംബത്തിലുണ്ട്? ഏത് സഭയിലുണ്ട് എന്ന് തിരഞ്ഞു കണ്ടുപിടിച്ച് ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് യേശു ക്രൂശിൽ മരിച്ചത്. ശ്രീ യേശു ആരാണെന്ന് സക്കായിയെപ്പോലെ ഇന്ന് തന്നെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് തടസ്സമായ എല്ലാ തിന്മകളും നമുക്ക് മാറ്റിവെക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, സക്കായിയെ രക്ഷിച്ച യേശുവേ, സക്കായിയുടെ വീട്ടിൽ കടന്നുപോയ യേശുവേ, എന്റെ ഭവനത്തിലും അവിടുന്ന് കടന്നു വരണമേ. എന്റെ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷിക്കണമേ. എന്റെ കുടുംബത്തിൽ പലരും അങ്ങയെ കാണാതെ ജീവിതം പിന്നിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെയും നരകയാതന അകറ്റി
സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ആമേൻ, ആമേൻ. കൂടുതൽ വിവരങ്ങൾക്ക് എഴുതുക നോബൽ കാസറ്റ്സ്, കോവളം.